ശ്രീ പ്രിൻസ് ലൂക്കോസ്, താങ്കൾ ഒരുപക്ഷെ ഞാൻ ചോദിച്ചത് കേട്ട് കാണില്ല. കേരളത്തിൽ കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ വലിയ ചർച്ചയായിരുന്നു ആരാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നത് UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ. UDFന്റെ ആഭ്യന്തര യോഗങ്ങളിലൊക്കെ ഇതൊരു വലിയ പ്രശ്നമായി, അതായത് അതിൻ്റെ സാധ്യതകളെ ബാധിക്കുന്ന പ്രശ്നമായി ചർച്ച ചെയ്തു എന്നാണ് അറിഞ്ഞത്. ശശി തരൂർ തന്നെ ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തൻ്റെ കഴിവുകളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പരാതിപ്പെട്ടതായി അറിയുന്നു. കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നായിരിക്കുമോ നിരന്തരമുള്ള ഈ മോദി സ്തുതി വരുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റു ചില താല്പര്യങ്ങളുണ്ട് എന്നല്ലേ വ്യക്തമാകുന്നത്? കോൺഗ്രസ് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അതിനെ സംബന്ധിച്ച് അതിനെ മുഖ്യമന്ത്രിയൊക്കെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തിരുവനന്തപുരത്തു നിന്നാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ വിഷയത്തിൽ ശശി തരൂർ ഒരു അന്താരാഷ്ട്ര ഫിഗറാണ്. അദ്ദേഹത്തിന് പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം വലിയ സ്വീകാര്യതയുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. രാഷ്ട്രീയക്കാരനല്ലാത്ത അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വന്ന തിരുവനന്തപുരത്തിൻ്റെ MP ആയി തുടരെ ആ നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ആരാധകരും ഇഷ്ടമുള്ള ഒരു ജനവിഭാഗം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിന് അതീതമായ ഒരുപടി ജനവിഭാഗം കേരളത്തിലുണ്ട്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുക. 2 മിനിറ്റ് കൊണ്ട് ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാം, ഇവിടെ വലിയൊരു വ്യവസായ അന്തരീക്ഷമുണ്ട്. കേരളത്തിൻ്റെ പിണറായി വിജയനെ അദ്ദേഹം പുകഴ്ത്തിയപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ ഒന്ന് ചെറുതായി എന്താണ് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ PR വർക്ക് എല്ലാ സീമകളും ലംഘിച്ചു പോയപ്പോൾ ശശി തരൂരിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം വന്നല്ലോ, അദ്ദേഹത്തിനും അത് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ വിവാദം, ആ വിഷയം നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അദ്ദേഹം ഇപ്പോൾ പുകഴ്ത്തിയിരിക്കുന്നത്. നമുക്കറിയാം മണിപ്പൂരിൽ അവിടുത്തെ ജനങ്ങളെ കാണാത്ത, അവിടെ സമാധാനം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിരവധി തവണ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷാംഗങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയില്ല? അവിടെ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കണ്ണീരൊപ്പിയില്ല, അവർക്ക് സ്വാതന്ത്ര്യമായി അവരെ ചേർത്ത് പിടിച്ചില്ല. ഇന്നുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് മറുപടി പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല. ആ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തിരുവനന്തപുരത്ത് പ്രദാനം ചെയ്ത് MP പുകഴ്ത്തുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്ന UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരു പോരാട്ടത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, 2026 പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിന് UDF സജ്ജമായി നിൽക്കുമ്പോൾ UDFൻ്റെ സമുന്നതനായ നേതാവ് ശശി തരൂർ അത് പറയാൻ പാടില്ലായിരുന്നു എന്നൊരു വികാരം ഞങ്ങൾക്കുണ്ട്. അതിവിടെ പങ്കുവയ്ക്കുന്നു. അല്ല, ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. അത് പാടില്ലായിരുന്നു, അത് ശരിയായിരുന്നില്ല, അത് കോൺഗ്രസിൻ്റെ അതിൻ്റെ പാർട്ടിയുടെ ഡിസിപ്ലിന് തന്നെ വിരുദ്ധമായിരുന്നു, ഇതെല്ലാം ശരി. ഇത് ഒരു അൺഇൻറ്റൻഷനലായ, അതായത് പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ലാതെ തരൂർ നടത്തിയ പരാമർശങ്ങളാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയിൽ നിന്നാണോ അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാവുക? അല്ല, അതാണ് നമ്മൾക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ BJP-യിലേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഏതായാലും CPM-ലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു സമുന്നതനായ നേതാവ്, വലിയ ഒരു ജനങ്ങളുടെ വലിയ സ്വീകാര്യതയുള്ളൊരു നേതാവ് എന്തുകൊണ്ട് ഈ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള പ്രസ്താവനകൾ UDF-ൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് UDF-ന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ലെ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ UDF ഇന്ന് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞ പോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ജനദ്രോഹ നയങ്ങൾ നടക്കുമ്പോൾ, നമ്മൾ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ആ യുദ്ധത്തിനൊരു ഉതപ്പുണ്ടാക്കുന്ന പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ഘട്ടത്തിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ കഴിയും.